കാനോവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഫെസ്റ്റിവൽ പോസ്റ്റർ ഡിസൈനിങ് ആണ്. അതായത് ഞാൻ കാനോവയിൽ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സെർച്ച് ബാറിൽ ഞാൻ ഓണം സെയിൽസ് പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ ഒരുപാട് ഓണം സെയിൽസ് പോസ്റ്ററിങ് ഒരുപാട് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതൊരു പോസ്റ്ററാണ് വേണ്ടത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പോസ്റ്റർ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു പോസ്റ്റർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്കിതിൻ്റെ ടെക്സ്റ്റ്, കളറ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലെ ടെക്സ്റ്റ് കസ്റ്റമൈസ് ചെയ്യാൻ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിതിലെ ഗ്രാഫിക്സൊക്കെ മാറ്റാവുന്നതാണ്. ഗ്രാഫിക്സ് മാറ്റാനായിട്ട് ഏത് ഗ്രാഫിക്സാണ് വേണ്ടത് ആ ഗ്രാഫിക്സ് എന്ത് ചെയ്യാം, നമുക്കത് കൊണ്ടുവരാനാണ്. അതുപോലെ ഇതിലുള്ള ഗ്രാഫിക്സ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലുള്ള ഗ്രാഫിക്സ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം, ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിലുള്ള ഗ്രാഫിക്സ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഗ്രാഫിക്സും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവരാനായിട്ട് ഈ എലമെൻറ്റ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ആ ഒരു എലമെൻറ്റ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു പേജ് വരും. ഇതിൽ ഏറ്റവും മുകളിൽ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഗ്രാഫിക്സ്, സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ് എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു ഗ്രാഫിക്സ് ആണ് വേണ്ടത്. അതിനായിട്ട് ഈ ഗ്രാഫിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഗ്രാഫിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ഗ്രാഫിക്സ് എന്നുള്ളതിൽ ഏത് ഗ്രാഫിക്സാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഓണം എന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് ടൈപ്പ് ഡിസൈൻ വർക്കാണ് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വർക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഗ്രാഫിക്സ് വേണ്ടി വരും. പല ഫെസ്റ്റിവലിൻ്റെയും ഗ്രാഫിക്സ് ഡിസൈനിലേക്ക് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഏത് ഗ്രാഫിക്സാണ് വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിസൈനിലേക്ക് അത് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്താൽ മതി. ഞാൻ ഈ ഗ്രാഫിക്സ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അത് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവരാൻ എലമെൻറ്റ്സിൽ പോയിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് ഗ്രാഫിക്സ് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ടൈപ്പ് ഡിസൈനിങ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് ഒരുപാട് ഓപ്പൺ ആണ്. ഇനി ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിവിടെ വിഷു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കാണാം. കണ്ടില്ലേ, ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അത് നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ, അതായത് ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ക്യാൻവയിൽ താഴത്തായിട്ട് പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, ആ ഒരു പ്ലസ് ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ വരും. അവിടെ നമുക്ക് പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്യാം. പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഈ പോർട്രേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിൻ്റെ ക്യാൻവാസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസിലേക്കാണ് നമ്മൾ ഡിസൈൻസ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഫോട്ടോസ്, കളറ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരേണ്ടത്. ഫസ്റ്റായിട്ട് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനായിട്ട് ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴത്ത് പോയാൽ ഫോട്ടോസ് എന്ന് കാണാം. ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്. ഞാനിവിടെ ഈസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു.
ഈസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് ഇതിലേക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു ശേഷം ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി അത് ഡിറ്റാച്ച് ചെയ്യാൻ ആ ഒരു ഇമേജിനെ പ്രസ് ചെയ്യാം. ശേഷം ഡിറ്റാച്ച് ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രാഫിക്സ് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. അതിനായിട്ട് നമ്മൾ ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്കിവിടെ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളതിൽ ഗ്രാഫിക്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ ഈസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സ് നമുക്കിവിടെ വന്നത് കാണാം. ഏത് ഗ്രാഫിക്സാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇനി അതുപോലെ ഗ്രാഫിക്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ ഫോട്ടോസ് എടുത്തിട്ട് അത് ഗ്രാഫിക്സ് ആക്കി മാറ്റാവുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ സെർച്ച് എലമെൻറ്റ്സ് ഈ ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ഫോട്ടോസ് എന്നുള്ളിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് വരുന്നതാണ്. ഈ ഫോട്ടോസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് ആക്കി മാറ്റാവുന്നതാണ്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പോസ്റ്റർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു കേട്ടോ. ഈ ഒരു ഫോട്ടോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഈ ഒരു ഇമേജ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട്. ശേഷം ഈ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ BG റിമൂവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. BG റിമൂവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. കണ്ടോ, ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ഇമേജ് നമുക്ക് സിമ്പിളായിട്ട് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് BG റിമൂവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇനിയും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളെന്തായാലും ഒരു ഫെസ്റ്റിവലിൻ്റെ പോസ്റ്റർ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് കൊണ്ടുവരാനായിട്ട് ഈ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് എ ഹെഡിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് കൊണ്ടുവരാവുന്ന കേട്ടോ. ഈസ്റ്റർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഫോണ്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. മുകളിലേക്കുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഫോണ്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഫോണ്ടിൻ്റെ കളർ മാറ്റാനായിട്ട് ഈ A എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ നമുക്ക് ഏതൊരു കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഈദിൻ്റെ ഡിസൈൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സെർച്ച് ടെംപ്ലേറ്റ് എന്നുള്ളതിൽ ഈദ് എന്ന് സെർച്ച് ചെയ്യുക. ഇതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഈദ് പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഈദ് സെയിൽസ് പോസ്റ്റർ വേണ്ട വെച്ചാൽ ഈദ് സെയിൽസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിൽസിന് ബന്ധപ്പെട്ട പോസ്റ്റർ നമുക്ക് പ്രൊമോഷണൽ പോസ്റ്റർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടൂർ പാക്കേജിൻ്റെ ഒക്കെ പോസ്റ്റർ ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ ഒരു ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ മുകളിലുള്ള ഈ സെർച്ച് യുവർ കോണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള ഏത് ട്രിപ്പിൻ്റെതാണ്, ഇപ്പോൾ ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ ആണെന്ന് വെച്ചാൽ മൂന്നാർ എന്ന് ക്ലിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് മൂന്നാർ ടൂർ ഗൈഡിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഒരു പോസ്റ്റർ ഒരു ഫെസ്റ്റിവലിൻ്റെയും അതുപോലെ തന്നെ ഒരു ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയുള്ള പോസ്റ്ററും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്തിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഇതിലുള്ള ചില ടെംപ്ലേറ്റ്സ് അതുപോലെ തന്നെ ചില ഗ്രാഫിക്സ് ചില ഫോട്ടോസൊക്കെ പ്രോ ആയിരിക്കും. ആ പ്രോ ആയിട്ടുള്ള ഗ്രാഫിക്സും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിൽ ക്യാൻവയിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ
ക്യാൻവയിൽ നൽകിയിട്ടുള്ള ജിമെയിൽ ID സെൻഡ് ചെയ്താൽ മതി, നമ്മളത് ആക്ടിവേഷൻ ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങളത് ആക്ടിവേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാൻവയിലുള്ളതിനേക്കാളും 75% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.